എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ടൈപ്പിസ്റ്റിന്റെ ഒരു ക്ലാസ്സുമായിട്ടാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ 12-ാം തീയതി അല്ലേ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ഓഗസ്റ്റ് 12-ന് നമ്മുടെ ഒരു പരീക്ഷ കഴിഞ്ഞായിരുന്നു. പക്ഷേ റിലാക്സ് ചെയ്തിരിക്കാൻ സമയമൊന്നുമില്ല. പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. 191/2023 201/2023 നോട്ടിഫിക്കേഷൻ എല്ലാം ടൈപ്പിസ്റ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പഠനം ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ട് പോവുക. കഴിഞ്ഞ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ, വളരെ എളുപ്പമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു വിചാരമുണ്ട് കട്ട് ഓഫ് ഒക്കെ ഉയരും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയല്ല. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിളായി നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടുന്നത് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പഠനം അവസാനിപ്പിക്കേണ്ട. നല്ല പോസ്റ്റുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത്. എല്ലാ പോസ്റ്റുകളും വളരെ നല്ലതായിരുന്നു. ഇനി വരാൻ പോകുന്നത് കുറച്ച് NCA ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. എങ്കിൽ കൂടി പഠനം അവസാനിപ്പിക്കരുത്, തുടർന്നുകൊണ്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IT ആയിട്ട് ബന്ധപ്പെട്ട്, ജനറൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ടൈപ്പിസ്റ്റിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളുടെയും പോലെ തന്നെ നമുക്ക് ഇതിന് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും വീക്ക്ലി എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ മുൻകാലങ്ങളിൽ നടന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ജനറൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് യു ഇൻക്രീസ് the storage capacity of RAM, the processing speed of the computer will increase. 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. റാമിന്റെ സ്റ്റോറേജ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് കൂടുമെന്നാണ് പറയുന്നത്. ഇഫ് യു ഇൻക്രീസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് പെർമനന്റ് മെമ്മറി വിൽ ഇൻക്രീസ്. റാമിന്റെ കപ്പാസിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് മെമ്മറിയുടെ കപ്പാസിറ്റി കൂടും. റാം ഈസ് എ പ്രൈമറി മെമ്മറി. ഇത് നമുക്കറിയാം, റാം എന്ന് പറയുന്നത് ഒരു പ്രൈമറി മെമ്മറിയാണ് ആണല്ലോ. അപ്പോൾ 3 ശരിയാണ്. കറക്റ്റ് ചെയ്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 3 ശരിയാണ്. 3 ശരിയായിട്ട് വരുന്ന ഈ ഒരു ഓപ്ഷൻ ഒഴിച്ച ബാക്കി എല്ലാത്തിലും 3 ശരിയായിട്ട് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലെ ഇഫ് യു ഇൻക്രീസ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം, റാമിന്റെ കപ്പാസിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പെർമനന്റ് മെമ്മറിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ആവോ? ഇല്ല. ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ വിൽ ഇൻക്രീസ്. കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ദെൻ ആൻസർ ഏതാണ്, 1ഉം 3യുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 1 and 3 ഓൺലി. ക്ലിയർ ആണല്ലോ. ഇഫ് യു ഇൻക്രീസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം, ദ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് ദ കമ്പ്യൂട്ടർ വിൽ ഇൻക്രീസ്. കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതിനെയും കൂടി കണക്കാക്കിക്കൊണ്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ഈസ് ബൈറ്റ്. അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ബൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയത്. ബൈറ്റ് ഈസ് 8 ബിറ്റ് അല്ലേ. 8 ബിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് ബൈറ്റ് എന്ന് പറയുന്നത്. 1 ടെറാബൈറ്റ് ഈസ്, ഒരു ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 TB അല്ലേ. അപ്പോൾ 1 TB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1000 ബൈറ്റ്സ് ആണോ, 1000 ജിഗാബൈറ്റ്സ് ആണോ, 1000 മെഗാബൈറ്റ് ആണോ, 1000 കിലോബൈറ്റ് ആണോ? നമുക്കറിയാം, നമ്മൾ MB പറയാറുണ്ട്, MBയെക്കാളും വലുതാണ് KB പറയാറുണ്ട്, അതിലും കൂടുതലാണ് GB നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോഴാണ് നമ്മൾ TB അല്ലേ. മുൻപൊക്കെ നമ്മൾ സിസ്റ്റമൊക്കെ എടുക്കുമ്പോൾ GB-യിലാണ് അതിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ഫോണൊക്കെ പറയും. ഇപ്പൊക്കെ അതിൽ നിന്നൊക്കെ മാറി അല്ലേ. ഹാർഡ് ഡിസ്ക് ഒക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ 1 TB ഒക്കെ പോയി. എങ്കിലും 1 TB ഒക്കെ നമ്മൾ
പറയാറുണ്ട്. അതൊരു മിനിമം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടി ബിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ്? 1000 GB ആണ് ഒരു ടി ബി എന്ന് പറയുന്നത്. 1000 GB ആണ് 1 TB എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1000 GB. ഓക്കെ, 1000 GB ആണ് 1 TB എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതേ പാറ്റേണിലും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റും ചോദിക്കാം. Which among the following equipment give regular and accurate quantity of power supply to components like motherboard, processor, hard disk, DVD drive, etc. ഇതിലേക്കൊക്കെ ആക്യുറേറ്റ് ക്വാണ്ടിറ്റിയിൽ റെഗുലർ ആയിട്ട് പവർ സപ്ലൈ കൊടുക്കുന്ന ആ ഒരു ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ഏതാണ്? SMPS, മൈക്രോ പ്രോസസർ, ഇൻപുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലേ? ബാക്കിയെല്ലാം നമുക്കറിയാം. SMPS ആണ്. SMPS ആണ് ഈക്വൽ ആയിട്ടും ഇൻട്രപ്റ്റ് വരാതെ ഓരോ പോർഷനിലേക്കും, കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ഇൻട്രപ്റ്റ് വരാതെ പവർ സപ്ലൈ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് ഭാഗമാണ്? SMPS ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, SMPS ആണ്. അടുത്തത്, വിച്ച് among the following is a free operating system? ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ്, GNU ലിനക്സ്, ആപ്പിൾ മാക് OS, ബ്ലാക്ക്ബെറി 10. ഏതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? GNU ലിനക്സ് ആണ് അല്ലേ? GNU ലിനക്സ് ആണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത, നിങ്ങളിപ്പോൾ ഏതെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും പ്രൈവറ്റ് ആയിട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന കോമൺ ടോപ്പിക്കുകളിൽ പെടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ GNU ലിനക്സ് എന്ന് പറയുന്നത് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം നമുക്ക്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇമെയിൽ ക്യാൻ ബി ആക്സസ്ഡ് യൂസിംഗ് വെബ്സൈറ്റ് ലൈക്ക് gmail.com, hotmail.com, etc. that provide web application. Such facility is referred to as webmail. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, in some emails provision of the file attachment is not possible. ചില ഇമെയിലുകളിൽ ഫയൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. An email address consists of 3 parts അല്ലേ? നമ്മുടെ പേര് @gmail.com അല്ലെങ്കിൽ ഇൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് ID, ഇത് ഡൊമൈൻ നെയിം, അങ്ങനെ വരാറുണ്ട് ആണല്ലോ. അപ്പോൾ 3 ഭാഗങ്ങളാണ് ഉള്ളത്. പക്ഷെ എല്ലാം @ വെച്ചിട്ടാണോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. നാലാമത്തെ, ഇമെയിൽ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ അവർ കമ്പ്യൂട്ടർ. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇമെയിൽ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് വെബ്സൈറ്റ് ലൈക്ക് gmail.com, hotmail.com. ഇത് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 1 and 4 ഓൺലി. കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 1ഉം 4ഉമാണ്. നമുക്ക് ജിമെയിൽ, ഹോട്ട്മെയിൽ ഇതിൽ നിന്നൊക്കെയല്ലേ നമ്മൾ മെയിൽ എടുക്കാറുള്ളത് ആണല്ലോ. പക്ഷെ എല്ലാ ഇതിലും എന്താണ് ഇമെയിൽ അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി ഇമെയിൽ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ അവർ കമ്പ്യൂട്ടർ അല്ലേ? അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് പെയർസ്. സോഷ്യൽ മീഡിയ ടൈപ്സ്. എക്സാമ്പിൾ, സോഷ്യൽ ബ്ലോഗ്സ് facebook.com, മൈക്രോ ബ്ലോഗ്സ് twitter.com, ഇന്റർനെറ്റ് ഫോറം wikipedia.org, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് youtube.com. ഇതിൽ വിച്ച് ഓഫ് ദ ഗിവൺ എബവ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്?
സോഷ്യൽ ബ്ലോഗ്സ് ഫേസ്ബുക്ക്, മൈക്രോ ബ്ലോഗ്സ് ട്വിറ്റർ, ഇന്റർനെറ്റ് ഫോറം വിക്കിപീഡിയ, കണ്ടന്റ് കമ്മ്യൂണിറ്റി യൂട്യൂബ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 and 4. 2 and 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മൈക്രോ ബ്ലോഗ്സ് ട്വിറ്ററും കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് യൂട്യൂബും. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ ബ്ലോഗ്സ് ട്വിറ്ററും കണ്ടന്റ് കമ്മ്യൂണിറ്റി യൂട്യൂബുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി രണ്ടും റോങ് ആണ്. 2 and 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. While doing antivirus scanning of files in a computer, there is a special area for sorting file probably infected with a virus. Name the area. അതായത് ആന്റിവൈറസ് സ്കാനിങ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഏരിയ ഫോർ സ്റ്റോറിംഗ് ഫയൽ പ്രോബബ്ലി ഇൻഫെക്റ്റഡ് ഏരിയയുടെ ആ ഒരു സ്പെഷ്യൽ ഏരിയനെ വിളിക്കുന്ന പേര് ക്വാറന്റൈൻ, ആന്റിവൈറസ് ഫോൾഡർ, കുക്കീസ്, ഫയർവാൾസ്. ഏതാണ്? ക്വാറന്റൈൻ. എന്താണ്? ക്വാറന്റൈൻ ആണ്. പ്രോബബ്ലി എന്താ പറയുക, ഇൻഎഫക്റ്റഡ് ഏരിയ, ആ ഫയലുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയ ആണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ കമ്പോണന്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇറ്റ് ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലും കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1. In MS Word, software programs interface window contain toolbar that contain buttons which give quick access to commonly used features such as opening, closing, saving, printing documents. അപ്പോൾ MS വേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇന്റർഫേസ് വിൻഡോ കണ്ടെയ്ൻ ടൂൾ ബാർ ദാറ്റ് കണ്ടെയ്ൻ ബട്ടൺസ് വിത്ത് ക്വിക്ക് ആക്സസ് കോമൺലി. ക്വിക്ക് ആക്സസിൽ വരുന്നത് ഓപ്പണിംഗ്, ക്ലോസിംഗ്, സേവിംഗ്, പ്രിന്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ബാർ that appears on the right side of the interface window of MS Word. It appears automatically when we are working on certain tasks and display shortcut to common functions. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറയുന്നത്? ഷോർട്ട്കട്ട് ടു കോമൺ ഫങ്ഷൻസ്, സർട്ടൻ ടാസ്ക് ആൻഡ് ഡിസ്പ്ലേ ഷോർട്ട്കട്ട് ടു കോമൺ ഫങ്ഷൻസ്. ഇതാണ് ഈ ഇതിനെ കുറിച്ച് പറയുന്നത്, ഇന്റർഫേസ് വിൻഡോനെ കുറിച്ചിട്ട് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? അതായത് സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, 2 ഈസ് റോങ്, 2 ഈസ് കറക്റ്റ്, 1 ഈസ് റോങ്, 1 and 2 കറക്റ്റ്, 1 and 2 റോങ്. ഏതാണ് ഇത് തന്നിരിക്കുന്നതിൽ? നമുക്കറിയാം ക്വിക്ക് ആക്സസിലാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത് എന്നുള്ളത് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആയിട്ട് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും പോയി, ഒന്നും എയും സിയുമാണ് ആൻസറിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? appear on the right side of the interface window of the MS Word. It appear automatically when we are working on certain tasks and display shortcut to common functions. Status bar എന്ന് പറയുന്നത് automatically appears എന്നൊക്കെയാ പറയുന്നത് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് ഇൻ MS Word സോഫ്റ്റ്വെയർ. ഫോർ ഡൂയിങ് ദിസ്, ടു സെലക്ട് എ സിംഗിൾ വേർഡ്, ഡബിൾ ക്ലിക്ക് എനിവേർ ഇൻ ദ വേർഡ്. നമുക്ക് ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ടു സെലക്ട് ദ എൻറ്റയർ ഡോക്യുമെന്റ് എന്താണ്? Ctrl+C. ടു സെലക്ട് മൾട്ടിപ്പിൾ ലൈൻസ്, ഡ്രാഗ് വൈൽ ഹോൾഡിംഗ് ഡൗൺ ദ മൗസിനെ ഡ്രാഗ് ചെയ്യാം. ടു ഡിലീറ്റ് ടെക്സ്റ്റ്, പ്രസ് ഡിലീറ്റ് ബട്ടൺ ഓൺ കീവേർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ എന്താണ്? സിംഗിൾ വേർഡ് സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ അല്ലേ? അപ്പോൾ ആ വേർഡ് നമുക്ക് സെലക്ട് ആയി വരും. ദെൻ എൻറ്റയർ ഡോക്യുമെന്റ് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ Ctrl+A ആണ് നമ്മൾ ചെയ്യാറ്. Ctrl+C ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. മൾട്ടിപ്പിൾ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിടും. അതുപോലെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ബട്ടണും
യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3, 4 2അല്ലേ തെറ്റായിട്ടുള്ളത്? അതായത് എന്താ പറഞ്ഞത്? എൻറ്റയർ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാനായിട്ട് Ctrl+A ആണ്, Ctrl+C അല്ല. അപ്പോൾ 1, 3 and 4 ഓൺലി ആണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതും കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇനിയും പരീക്ഷകൾക്ക് ചോദിക്കാം. പരീക്ഷ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പരീക്ഷ അവസാനിക്കുന്നില്ല. പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ നല്ലൊരു ക്വാളിഫിക്കേഷനാണ്. അതിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുക. നെഗറ്റീവ് പറഞ്ഞ് എന്താ പറയുക, നമ്മളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ അതിലേക്കൊന്നും വഴിതെറ്റി പോകണ്ട. നല്ല എക്സാമുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. കോഴ്സുകൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ടൈപ്പിസ്റ്റിൻ്റെ ലോങ് ബാച്ച് ആണ്. അടുത്തൊരു എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക്